ബീഹാറിലേക്ക് മറ്റൊരു വാർത്തയ്ക്കായി മുംഗേർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ 40 വയസ്സ് പിന്നിടുന്ന ആളുകൾക്ക് ഒരു അപൂർവ രോഗം പിടിപെടുന്നു. അവിടെ ദുൽപനിയ ഗ്രാമത്തിലാണ് ഇനിയും കാരണം കണ്ടെത്താൻ കഴിയാത്ത ഈ അപൂർവ രോഗം പടരുന്നത്. ഒരു കൊല്ലത്തിനിടെ 6 പേർക്ക് സമാന രോഗലക്ഷണങ്ങൾ ഉണ്ടായി എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ബീഹാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പട്നയിൽ നിന്ന് ഏതാണ്ട് 230 കിലോമീറ്റർ യാത്ര ചെയ്താണ് നമ്മൾ ദൂത് പനിയ എന്ന ഈ ഗ്രാമത്തിലേക്ക് എത്തിയത്. നക്സൽ ബാധിത മേഖലകളിൽ ഒന്നാണ് ഈ ദൂത് പനിയ. 250ഓളം പേരാണ് നിലവിൽ ഇവിടെ കഴിയുന്നത്. ഈ ഗ്രാമത്തിൽ 50-ന് മുകളിൽ പ്രായമുള്ളവർ വളരെ കുറച്ചു പേർ മാത്രമാണ്. അതിൽ ഒരാളാണ്, അതിൽ തന്നെ തലമുതിർന്നയാൾ 56-കാരനായ വിനോദ് ബസ്രയാണ്. വിനോദ് ബസ്രയുടെ വീടിനകത്തേക്ക് പോകാൻ അദ്ദേഹം കിടപ്പ് രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് നേരിട്ട് കാണാം. (2019) മുതൽ കിടപ്പിലായതാണ് വിനോദ് ബർസ. 40 കഴിഞ്ഞതോടെയാണ് ശരീരത്തിൽ അവശതകൾ കണ്ടു തുടങ്ങിയത്. डॉक्टर तो अभी तक कोई हमको साबित करके नहीं दिया है, खाली दवाई दिया खाए, अभी तक कोई रिलीफ नहीं हुआ. दिक्कत मेरा नास टन रहा है, नास ये मेरा जो है कि दर्द करता है पूरे शरीर का. 43-കാരിയായ ഭാര്യ പൂർണിദേവിയും സമാന രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ശരീരം വളഞ്ഞ് നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. हमको दर्द होता है, सर नास को घिसता है. फिर ना और 27-കാരിയായ മകളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. यहाँ से माथा से पूरा शरीर दर्द हो रहा है, मतलब कमर में दर्द है, इधर भी दर्द है, कमर तरफ इधर भी दर्द है. ഇതുപോലെ ഇനിയുമുണ്ട് ഗ്രാമത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. ഈ വർഷം തന്നെ ഈ ഗ്രാമത്തിൽ നിന്ന് 5 പേരെങ്കിലും സമാന രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയും അത് ഗുരുതരമാവുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വീടുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ये ऐसा मैंने धीरे धीरे झुक गया था कमर, उसी कारण से जो है कि मैंने कमजोरी पहुंच गया उसको. ये हाथ पैर नहीं चलता. अच्छा, जाम हो गया पूरा. कितने साल से ऐसा है? ये हो गया कम से कम यानी 6 महीना से. प्रॉब्लम कुछ नहीं था, एकदम अचानक हुआ है सर. जम्मू ले गए, वहाँ से पटना रेफर कर दिया, पटना तक ले गए. ശരീരം ദുർബലമാകുന്ന ഇതേ രോഗാവസ്ഥയിലുള്ള രേഖാദേവി, നാരായൺ മുർമു, കമലേശ്വരി മുർമു തുടങ്ങി 6 പേർ കൂടി ഗ്രാമത്തിലുണ്ട്. 40 വയസ്സ് കഴിഞ്ഞും ആരോഗ്യത്തോടെ ജീവിക്കുക എന്നത് ഇന്ന് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹമായാണ് കാണുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഈ രോഗാവസ്ഥ എന്ന ചോദ്യത്തിന് ഇതുവരെ അവർക്കൊരു ഉത്തരവും കിട്ടിയിട്ടില്ല. സമീപത്തെ കുളങ്ങളിലെയും മറ്റും വെള്ളം പരിശോധനയ്ക്കായി ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ദൂത് പലിയ ഗ്രാമത്തിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് ഈ അപൂർവ രോഗത്തിൻ്റെ കഥയുമായി നമുക്കൊപ്പം ചേർന്നത്. ഈ ഗ്രാമത്തിൽ ഇതിനകം 6 പേർ മരിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വർഷം തന്നെ 6 പേർ മരിച്ചു. ദുൽപനിയ എന്ന ഗ്രാമത്തിലെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ഈ അപൂർവ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് ഇനിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 6 പേർ മരിച്ച സംഭവം ഉണ്ടായിട്ടും പ്രത്യേകിച്ച് ഇത്രയും ഈ ബീഹാറിലെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ പട്ടിണിയും വേദനയുമായിട്ട് കഴിയുന്ന മനുഷ്യരെ ഉള്ള അവിടെ. അതുകൊണ്ട് തന്നെയാണ് ഈ നക്സൽ പ്രസ്ഥാനം പോലെയുള്ള കാര്യങ്ങൾ അവിടെ വേരി പിടിക്കുന്നതും. അപ്പോൾ ഒരുപക്ഷെ നഗരങ്ങളിലൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ബീഹാർ മുന്നോട്ട് പോകുമ്പോഴും നാട്ടിൻപുറങ്ങളിൽ നന്മകളാലല്ല സമൃദ്ധം, ദുഃഖങ്ങളാൽ സമൃദ്ധമായ ഗ്രാമങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.